നമസ്കാരം. നമുക്കിന്ന് ഒരു 21 വയസ്സായ ഒരു കുട്ടിയുടെ ഗ്രഹനില പരിചയപ്പെടാം. അത് ഡേറ്റ് ഓഫ് ബർത്തോ സ്ഥലമോ സമയമോ ഒന്നും എനിക്ക് എഴുതിയിടാൻ നിവർത്തിയില്ല. അവരത് പറഞ്ഞു. ഈ കുട്ടിയുടെ മുത്തശ്ശിയാണ്, അച്ഛൻ്റെ അമ്മയാണ് എനിക്ക് ഗ്രഹനില ആ ഡേറ്റ് ഓഫ് ബർത്ത് അയച്ചു തന്നത്. ഒന്ന് നോക്കി പറയണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ ശേഷം പറഞ്ഞു, ഈ ഗ്രഹനില സാറ് ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്തിടണം, കാരണം എനിക്ക് ആ കുഞ്ഞിനെ ഇത് കാണിക്കേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗ്രഹനില ഞാൻ ഇടുക. ലഗ്നം വന്നിരിക്കുന്നത് തുലാം രാശിയിൽ, 3 മാന്തി. ഈ രാഹു കേതുക്കളുടെ ആക്സിസിലാണ്, ഇതിനകത്താണ് ബാക്കി ഗ്രഹങ്ങൾ കുടുങ്ങിക്കിടക്കുക എന്ന് പറയും. അതുകൊണ്ട് കാളസർപ്പയോഗം ഈ കുട്ടിക്കുണ്ട് എന്ന് ചിലരെങ്കിലും പറയും. അതിലർത്ഥമില്ല. ജാതകം നോക്കുമ്പോൾ രാഹുവിനെയും കേതുവിനെയും മാന്തിയെയും ഒഴിവാക്കുക. അത് പ്രശ്നം പോലുള്ള ബൃഹത്തായ മറ്റ് സംഗതികൾക്ക് ഉപയോഗിക്കുന്നതാണ്. കാളസർപ്പയോഗം മറന്നു കളയുക. നമുക്ക് ലഗ്നാൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന ഗ്രഹങ്ങളെയും നോക്കാം. ചന്ദ്രൻ ഉച്ചനായി 8 ഉച്ചരാശിയിൽ, ലഗ്നാധിപൻ ശുക്രനും യോഗകാരകൻ 4ഉം 5ഉം ഭാവാധിപത്യം വഹിക്കുന്ന ശനിയും 10. 11-ൽ 11-ാം ഭാവപതി അടക്കം രവി, കുജൻ, ബുധൻ, ഗുരു 12-ൽ. ഉറ്റനോട്ടത്തിൽ നല്ല ഗ്രഹനില തന്നെയാണ്. നല്ല ഗ്രഹനില എന്ന് പറയുമ്പോൾ ആദ്യം ലഗ്നത്തിൻ്റെ ബലമുണ്ടോ എന്നല്ലേ നോക്കേണ്ടത്. ലഗ്നാധിപൻ ശുക്രൻ കേന്ദ്രസ്ഥാനമായ 10-ൽ യോഗക്കാരകനായ ശനിയുമായി യോഗം ചെയ്ത് 10-ൽ നിൽപ്പുണ്ട്. 10 ബലവുറ്റത് എന്ന് പറയുമ്പോൾ കർമ്മരംഗം ബലവുറ്റതാകാനുള്ള സാധ്യതയുണ്ട്. കർമ്മരംഗത്തിന് ബലം വരണമെങ്കിൽ വിദ്യാഭ്യാസം ശരിക്കും ഏത് വിദ്യയാണോ അഭ്യസിക്കുന്നത് അത് ആസ്വദിച്ച് പഠിക്കാനും വിദ്യാഭ്യാസ ഭാവം കരുത്തുറ്റതാകണം എങ്കിൽ 2ലേക്ക് കണ്ണുകൾ പോകേണ്ടിയിരിക്കും. 2 നോക്കിയപ്പോൾ 2 ഇവിടെ ശൂന്യം. ഇപ്പോൾ വിദ്യാഭ്യാസം കിട്ടില്ലേ? ഒരു ഗ്രഹം ഒരു രാശിയിൽ ഇല്ല എന്ന് പറഞ്ഞ് ആ ഭാവം ശൂന്യമാകില്ല. 2-ാം ഭാവത്തിലേക്ക് ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ ദൃഷ്ടിയുണ്ടോ, 2മായി എന്തെങ്കിലും ബന്ധം വരുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ 2-ാം ഭാവപതി തന്നെയായ കുജൻ 11 എല്ലാ ഗ്രഹങ്ങൾക്കും ഇഷ്ടഭാവാണ്. 11 നിൽക്കുന്ന രാശിയിൽ നിന്ന് 2-ാം ഭാവപതി കുജനെ നിൽക്കുന്ന രാശിയിൽ നിന്ന് 4ലേക്ക് ദൃഷ്ടി. 1, 2, 3, 4. ആ ഭാവപതിക്ക് തന്നെ ആ ഭാവവുമായി ബന്ധം വന്നിരിക്കുന്നു. 10-ാം ഭാവപതി ചന്ദ്രൻ 8-ലാണെങ്കിലും 8-ൽ നിൽക്കുന്ന ഗ്രഹത്തിന് 2ലേക്ക് ദൃഷ്ടിയുണ്ട്. മനക്കാരകനാണ് ചന്ദ്രൻ. ഇപ്പോൾ വിദ്യാഭ്യാസം കിട്ടണമല്ലോ. വിദ്യ കിട്ടും, അതിൻ്റെ സൂചന ഉണ്ട് എന്ന് പറഞ്ഞ് ഈ ഗ്രഹനിലയെ മടക്കി വെച്ചിട്ട് വെറുതെ ഇരുന്ന ആരും കൊണ്ട് വിദ്യ തരികയില്ല. അതിലേക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അപ്പോൾ വിദ്യാഭ്യാസം മെച്ചം, ഈ സംഗതികളെല്ലാം മെച്ചമാണെങ്കിലും നമ്മുടെ ഗുരു 12-ലായിപ്പോയി. നിയന്ത്രണത്തിൻ്റെ ആളായ ഗുരു 12 ശുക്രനൊഴിച്ച് ബാക്കി ആ രാശി ഗുരുവിന് കൊള്ളാം. പക്ഷെ 12 അത്ര പന്തിയല്ല. ആ നിയന്ത്രണത്തിൻ്റെ ആളായ ഗുരുവിന് ശനി നിൽക്കുന്ന രാശിയിൽ നിന്ന് 3ലേക്കുള്ള ദൃഷ്ടി, ഒരു ശനി പീഠയുമുണ്ട്. മനക്കാരകനായ ചന്ദ്രൻ 8-ലാണ്. മനോഭാവത്തെ സൂചിപ്പിക്കുന്ന 5-ാം ഭാവപതി 5ലേക്ക് പാപബന്ധങ്ങളുണ്ട്. രവിയുടെയും കുജൻ്റെയും ഒക്കെ ദൃഷ്ടി. എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളും ഗ്രഹനിലയിൽ നിന്ന് ഒത്തുകിട്ടില്ല. അപ്പോൾ ഗുണമുണ്ടെങ്കിൽ ദോഷവുമുണ്ട്. ഈ കുട്ടി പരിശ്രമിച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം കിട്ടുകയും ആ കിട്ടുന്ന വിദ്യാഭ്യാസത്തിനനുസരിച്ച് തൊഴിൽ കിട്ടുകയും ചെയ്യാൻ
സാധ്യതയേറെയുള്ള ജാതകമാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു ഗ്രഹനില വച്ച് മാത്രം ഒരു വ്യക്തിയുടെ സംഗതി പറയാൻ കഴിയില്ല. ഗ്രഹനില മാത്രം വച്ച് ഒരു ഗ്രഹനിലയല്ല ഒരു വ്യക്തിയെ, ഗ്രഹനില മാത്രമല്ല സ്വാധീനിക്കുന്നത്, ജനനസമയം മാത്രമല്ല, അതിനുമപ്പുറം സ്പേസ്, സാഹചര്യം പ്രധാനപ്പെട്ട ഘടകമാണ്. സാഹചര്യം. ഒരു വിത്തെടുത്ത് എത്ര നല്ല വിത്തായിരുന്നാലും എടുത്ത് പാറപ്പുറത്ത് വച്ച് പാറ കുഴിച്ച് മൂടിയാൽ അത് മുളക്കില്ല. ഫലഭൂയിഷ്ടമായ മണ്ണിൽ വിത്ത് നട്ടാൽ അതിൻ്റെ ആന്തരിക ശക്തി എത്രത്തോളം ഉണ്ടോ ആ വൃക്ഷം അതിൻ്റേതായ വളർച്ചയും ഫലങ്ങളും പ്രദാനം ചെയ്യും. പിന്നെ ഒരു വ്യക്തി ജീവിതത്തെ നിയന്ത്രിക്കുന്നത് നമുക്ക് ഈ ഗ്രഹനിലയോ സാഹചര്യമോ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റില്ല. മറിച്ച് നമുക്ക് സൃഷ്ടിച്ചെടുക്കാം നമ്മുടെ മനോഭാവവും നമ്മുടെ കർമ്മരംഗവും കൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് കൈപ്പിടിയിലൊതുക്കാം. ഈ കുട്ടി വിദേശത്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. വിദേശത്താണ് അവരുടെ അച്ഛനമ്മമാരും അമ്മൂമ്മയും ഒക്കെ ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കുറച്ച് കാലങ്ങൾക്കുമപ്പുറം ഒരു കാലക്കേട് പറ്റി. അവളുടെ ഒരു പെൺ സുഹൃത്തിനോടൊപ്പം വീട് വിട്ടിറങ്ങി, പെൺ സുഹൃത്തിനോടൊപ്പം ഈ കുട്ടി വീട് വിട്ടിറങ്ങി പ്രത്യേകമായി അവർ താമസിക്കുകയാണ്. വളരെയേറെ വേദനാജനകമായ ഒരു സാഹചര്യമായിരിക്കണമല്ലോ ഈ മാതാപിതാക്കൾക്ക് ഉണ്ടാവുക. അതിൻ്റെ കാര്യകാരണം തേടിയുള്ള യാത്രയിലായിരിക്കാം എനിക്ക് മെസ്സേജ് വന്നത്. നിയന്ത്രണത്തിൻ്റെ ആളായ ഗുരുവിന് 12-ൽ ഗുരുവിന് ശനിപീഡ, മനോഭാവത്തെ നിയന്ത്രിക്കുന്ന പാപത്തിന് പാപബന്ധം, മനക്കാരകനായ ചന്ദ്രൻ ഉച്ചനായി 8. ചിലപ്പോൾ വൈകാരിക തലങ്ങളിലേക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ വരാം. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഞാൻ പറയുന്നത് ജ്യോതിഷത്തിലോട്ട് കടന്നു വരാം. ഈ കുട്ടിയോടായി ഞാൻ പറയുകയാണ്, ഏതൊരു സ്നേഹബന്ധവും നമ്മളുടെ ബന്ധങ്ങളിൽ, അതായത് രണ്ടുപേരോ ഒരു സമൂഹത്തോടോ ബന്ധപ്പെടുമ്പോൾ നാം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും നമ്മളെ തന്നെ ആയിരിക്കണം. നമ്മുടെ ജീവിത പങ്കാളിയോ അച്ഛനമ്മമാരെ പോലുമല്ല. നമ്മളെ തന്നെ നമ്മൾ വില കൽപ്പിക്കുകയും നമ്മൾ സ്വയം, ഒരാൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് കയറുമ്പോൾ അവിടെ ഇട്ട് പൂട്ടിക്കെട്ടരുത്. അയാൾക്ക് ഇറങ്ങിപ്പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് പോകുമ്പോൾ അവിടെ അള്ളിപ്പിടിച്ചിരിക്കരുത്. അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുമ്പോൾ ഇറങ്ങിപ്പോരാനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ടായിരിക്കണം. ഒരു ബന്ധവും ഒരു സ്നേഹവും വൈകാരികമായി എടുക്കരുത്. വൈകാരികമായി എടുക്കുന്ന സ്നേഹബന്ധങ്ങൾ നിലനിൽക്കില്ല. ഒരാളെ സ്നേഹിക്കുന്നത് അയാളുടെ ശരീരമോ സൗന്ദര്യമോ കണ്ടായിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ ആ ശാരീരിക സൗന്ദര്യം അല്ലെങ്കിൽ പോകുമ്പോൾ ആ സ്നേഹവും അവിടെ നിൽക്കും. അത് നീണ്ടു നിൽക്കുന്നതല്ല. ദാമ്പത്യ ബന്ധങ്ങൾ പോലും ആത്മീയമായിരിക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരാളോട് ഒരു ശാരീരിക ആകർഷണം തോന്നി അങ്ങോട്ടടുക്കുമ്പോൾ അതിന് വേറൊരു തലമുണ്ട്. അത് സെക്സ് എന്ന് പറയും. ആ താല്പര്യത്തോടു കൂടി ഒരാളുടെ കൂടെ അടുക്കുമ്പോൾ ആ സംഗതി തീരുമ്പോൾ അതും തീരും. ഈ അമേരിക്കയിലെ ആമസോൺ വനാന്തരങ്ങളിൽ ഒരു ജീവിയുണ്ട്, ആനക്കോണ്ട എന്ന് പറഞ്ഞൊരു ജീവി. ആനക്കോണ്ടയിൽ ആനക്കോണ്ടക്ക് ഒരു ലൈംഗിക ബന്ധം മാത്രമേ വിധിക്കപ്പെട്ടിട്ടുള്ളൂ. കാരണം അതോടുകൂടി അവൻ്റെ കഥ കഴിയും. ഇണ ചേർന്നതിന് ശേഷം പെൺ ആനക്കോണ്ട ഈ ആൺ ആനക്കോണ്ടയെ
കൊല്ലുകയും ഭക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ അതുവരെയും തനിക്ക് സന്തോഷങ്ങൾ പ്രദാനം ചെയ്ത് തന്നിരുന്ന ഈ ആനക്കോണ്ടയെ, ഈ പെണ്ണാനക്കോണ്ട കൊല്ലുന്നത് എന്തിന്? അപ്പോൾ ആ ബന്ധം സന്തോഷകരമായിരുന്നു. സ്നേഹം കൊണ്ടാണോ ബന്ധപ്പെട്ട്? അല്ല, അത് മറ്റൊരു തല. നമ്മൾ ആനക്കോണ്ടകളല്ല. നമ്മൾ തമ്മിലുള്ള ആരോടുള്ള ബന്ധങ്ങളും ആത്മീയമായിരിക്കണം, പവിത്രമായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ നമ്മുടെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് ഈ മാതാപിതാ ഗുരു ദൈവം, ഗുരുവിനും ദൈവത്തിനും ഒക്കെ 3-4 സ്ഥാനം കൊടുത്തപ്പോൾ ആദ്യ സ്ഥാനം കൊടുത്തത് മാതാവാണ്. കാരണം 10 മാസം നമ്മളെ പള്ളയിലിട്ട് ഭക്ഷണം തരികയും ശ്വാസോച്ഛ്വാസമടക്കമുള്ള സംഗതികൾ തരികയും നമ്മളെ അവിടെ ഇട്ട് വളർത്തി ഈ ലോകത്തിലെ ഏറ്റവും ക്രൂരമായ വേദന, പ്രസവ വേദന, അത് സ്ത്രീകൾക്ക് മാത്രമേ സഹിക്കാൻ പറ്റൂ. അവരാ വേദന സഹിക്കുന്നത് 10 മാസം പള്ളക്കകത്ത് കിടന്ന പുന്നാര മകൻ്റെയോ മകളുടെയോ ആ മുഖം കാണാനാണ്. അവരാ വേദന സഹിക്കും. അവർ നമ്മളപ്പുറം ലോകത്തിലേക്ക് പറഞ്ഞേക്കുമ്പോൾ നമുക്ക് നമ്മുടെ പള്ളയിൽ കുനിഞ്ഞു നോക്കിയാൽ അറിയാം, നമ്മുടെ പള്ളയിൽ ഒരു 1/4 രൂപ വട്ടത്തിൽ ഒരു അടയാളം സമ്മാനമായി തരും. ഒരു ഓപ്പറേഷനും മാക്കാനാകാത്ത ആ സമ്മാനം നമ്മളെ കട്ടക്കെടുക്കുമ്പോൾ മാത്രമേ അത് മായൂ. അത് അമ്മ തരുന്ന ഒരു സ്നേഹമുദ്രയാണ്. അതുകൊണ്ട് ഒരു കാലത്തും ഒരു കുഞ്ഞുങ്ങളും മാതാവിനെ വേദനിപ്പിക്കരുത്. പിന്നെ സ്വജീവിതം വൈകാരികമായി കാണാതെ ഒരു ബന്ധങ്ങൾ, ഏത് ബന്ധവും അപ്പോൾ സലാം വച്ച് പറയാൻ കഴിയുന്ന രീതിയിൽ പാകപ്പെടേണ്ടിയിരിക്കുന്നു. ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച എൻ്റെ നാട്ടുകാരി പെൺകുട്ടി കുറച്ച് കാലം മുമ്പ് അവളുടെ കാമുകനായ ഒരുത്തനെ, അതുവരെയും സ്നേഹിച്ചുകൊണ്ടിരുന്ന കാമുകനെ ഒഴിവാക്കാൻ വേണ്ടി, മറ്റൊരാളെ സ്വീകരിക്കാൻ വേണ്ടി വിഷം കൊടുത്തു കൊല്ലുകയും ഇപ്പോൾ തൂക്കിലേറ്റപ്പെടാൻ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയും ചെയ്തു. നോക്കൂ, സ്നേഹങ്ങളെ വൈകാരികങ്ങളായി എടുക്കുമ്പോൾ ജീവിതങ്ങൾ തന്നെ തകരുന്നു. ഒരാളുടെ ജീവൻ പോയി, അവളിപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നു. എന്തിനാണ്? ആ ചെറുപ്പക്കാരനോട് പറയണമായിരുന്നു, എനിക്ക് ഇനി ഈ ബന്ധം തുടരാൻ താല്പര്യമില്ല. ആ ചെറുപ്പക്കാരൻ അത് അംഗീകരിക്കണം. ശരി, താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഈ ദുരന്തങ്ങളൊന്നും ഉണ്ടാകുകയല്ലോ. നമ്മൾ ജീവിതത്തെ ഫ്രീ ആയി കാണുക, ഒരു ബന്ധങ്ങളെയും വൈകാരികമായി കാണാതിരിക്കുക. എൻ്റെ കുഞ്ഞുങ്ങൾ, ഞാൻ കുടുംബം എന്ന പ്രസ്ഥാനം നയിക്കുന്നതാണ്. ഈ കുടുംബം എന്ന പ്രസ്ഥാനത്തെ ഞാൻ വൈകാരികമായേ കണ്ടിട്ടില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ പറയുകയാണ്, ഇനി അച്ഛനെന്ന പ്രസ്ഥാനം എനിക്ക് വേണ്ട, ഇത് കാണാൻ ആഗ്രഹിക്കുന്നില്ല. ശരി മക്കളെ, അങ്ങനെ ആയിക്കൊള്ളൂ. എൻ്റെ ഭാര്യ വന്ന് പറയുകയാണ്, ഇനി ഇയാളോടൊപ്പം താമസിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഇനി നമ്മൾ തമ്മിൽ കാണണ്ട. ധൈര്യമായി പൊക്കൊള്ളൂ. നിനക്ക് എല്ലാവിധ ആശംസകളും എനിക്ക് പറയാൻ കഴിയും. കാരണം ഞാൻ ജീവിതത്തെ വൈകാരികമായി ഒരു ബന്ധത്തെയും എടുക്കാറില്ല. വൈകാരികമായി ബന്ധത്തെ സമീപിക്കുമ്പോഴുണ്ടാകുന്ന ഷോക്ക് അനുഭവിച്ചിട്ടുള്ളവനാണ് എൻ്റെ 16-ാമത്തെയും 17-ാമത്തെയും വയസ്സിൽ. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് 15 വയസ്സ് വരെ അവളില്ലാതെ ജീവിച്ചത്. ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച കാര്യമാണ് പറയുക. അത്രത്തോളം അടുപ്പമായിരുന്നു, വൈകാരിക ബന്ധമായിരുന്നു. പക്ഷേ ആ പ്രണയബന്ധത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഡിപ്രഷനിലേക്കും ആത്മഹത്യയുടെ ചിന്തകളിലേക്കും പോയ ഞാൻ നിരവധിയായ മെൻ്റൽ ട്രീറ്റ്മെൻറ്റുകളിലൂടെ, കൗൺസലിങ്ങിലൂടെ, പരിശീലനങ്ങളിലൂടെയാണ് ജീവിതമെന്ന ഈ സുന്ദരമായ ഈ സമസ്യയിലേക്ക് തിരിച്ചു വന്നത്. ആ പാഠങ്ങൾക്ക് ശേഷം ഒരു ബന്ധം പോലും ഞാൻ വൈകാരികമായി എടുക്കാറില്ല. എല്ലാ കാര്യങ്ങൾക്കും, എൻ്റെ കാര്യങ്ങൾക്ക് എനിക്ക് ഞാൻ തന്നെയാണ് മുൻഗണന കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ കുട്ടി, ഈ വീഡിയോ കാണുന്ന നിമിഷം, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം നോക്കൂ, 2ാം ഭാവം നല്ലതായതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരണം.
വിദ്യാഭ്യാസം പൂർത്തീകരിക്കണം. വിദ്യാഭ്യാസം ഇപ്പോൾ തുടരുന്ന വിദ്യാഭ്യാസം നല്ല രീതിയിൽ പോകും. അത് പൂർത്തീകരിച്ച ശേഷം തൊഴിൽ ഭാവം കരുത്തുറ്റതാണ്. അഭ്യസിക്കുന്ന വിദ്യക്കനുസരിച്ച് തന്നെ തൊഴിൽ കിട്ടണം. ഒരു വിദ്യ അഭ്യസിക്കുക വേറെ തൊഴിൽ ചെയ്യുക അതല്ല. വീട്ടുകാരെ ഞാൻ പറയുന്നു ചൂഷണം ചെയ്തുകൊണ്ട് തന്നെ കുട്ടിക്കാവശ്യമായ വിദ്യാഭ്യാസം കരുത്തുറ്റതായി തൊഴിൽ നേടിയ ശേഷം മാതാപിതാക്കളെ ഉപേക്ഷിച്ചുള്ളൂ. ഈ ജീവിതത്തിൻ്റെ വിശാലതയിലേക്ക് പറന്നു നടക്കുക. തീർച്ചയായും ഈ നിനക്ക് അത് കഴിയും. വിവാഹബന്ധത്തെപ്പറ്റിയോ മറ്റ് സംഗതികളെപ്പറ്റിയോ ഞാൻ കൂടുതൽ ഇന്നത്തെ കാലത്തെ കുട്ടികളോട് ഉപദേശിക്കാനോ, ഞാനൊരു ഉപദേശിയല്ല, പറയാനോ ആളല്ല. അത് വിവാഹം ഒരു വലിയ ആനക്കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ഒന്ന് ശരിയായില്ലെങ്കിൽ മറ്റൊന്ന്, അതും ശരിയായില്ലെങ്കിൽ മറ്റൊന്ന്, അത്ര തന്നെ. അടിപിടി കൂടുകയോ വിഷം കൊടുക്കലോ കൊലയോ ഒന്നുമല്ല. കൈ കൊടുത്ത് പിരിയണം. പക്ഷേ ജീവിതം പ്രകാശമാനമാകാൻ ഒരു കാര്യം അത്യാവശ്യമാണ്. ഈ പീക്ക് പ്രായത്തിൽ, പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കുക. പഠിച്ചെടുത്ത ശേഷം ഈ കുട്ടി ഇപ്പോൾ പഠിക്കുന്നത് സൈക്കോളജിയിൽ ബിരുദത്തിനോ എങ്ങാണ്ടോ ആണെന്നാണ് പറയുന്നത്. നോക്കൂ, മനുഷ്യ മനസ്സിൻ്റെ അതിനിഗൂഢമായ സമസ്യകളിലേക്ക് യാത്രയാകാനും എനിക്കിഷ്ടപ്പെട്ട ഫീൽഡാണ്. കാരണം ഈ കൗൺസിലിംഗ് പോലുള്ള അല്ലെങ്കിൽ മനുഷ്യ മനസ്സിൻ്റെ മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും ജീവിതത്തിൻ്റെ പുതിയ അർത്ഥതലങ്ങൾ പഠിക്കാനും പറ്റിയ ഫീൽഡായത്. ഇത് വക്കീൽ പണി ഇത്യാദി ജനങ്ങളുടെ മനസ്സ് അറിയുന്ന ഡോക്ടർ പണിയൊക്കെ അങ്ങനെ തന്നെ കാര്യങ്ങളാണ്. അപ്പോൾ നോക്കൂ, ലോകത്തിൽ മികച്ച സംഭാവനകൾ നടത്തിയിട്ടുള്ളവരെല്ലാം നാം ജീവിക്കുന്നത് നമ്മുടെ വൈകാരികതയ്ക്കും നമുക്ക് സ്വാർത്ഥ മനസ്സോടുകൂടെ നമുക്ക് വേണ്ടി തന്നെയായിരിക്കണം ജീവിക്കുന്നത്. പക്ഷേ നമ്മൾ കാരണം വേറൊരാൾ വേദനിക്കാൻ പാടില്ല, വേറൊരാളിനൊരു ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല. ഉപകാരമില്ലെങ്കിലും എന്നാൽ നമ്മെ കൊണ്ടുള്ള സംഭാവനകൾ ഈ ലോകത്ത് ഈ ഇത്തിരി പോന്ന ജീവിതത്തിൽ ചെയ്യണം. വർഷങ്ങൾ മാറി മറിയുമ്പോൾ പിന്നിലോട്ട് നോക്കി ദുഃഖിക്കാൻ ഇടയാകരുത്. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ചിലർ ജോലി ചെയ്ത് പഠിക്കുന്നവരുണ്ട്. ഓരോ സാഹചര്യമാണ്. കുട്ടിക്ക് ഇപ്പോൾ അതിൻ്റെ കാര്യമില്ല. വീട്ടുകാർ എല്ലാം മറന്ന് സ്വീകരിക്കാൻ, അവർക്ക് തിരിച്ചു വന്നാൽ സന്തോഷങ്ങൾ മാത്രം കിട്ടുകയും എന്ത് വിദ്യയ്ക്ക് വേണ്ടി എത്ര പൈസ വേണമെങ്കിലും ചിലവഴിക്കാൻ അവർ തയ്യാറാകുന്ന സാഹചര്യമാണ്. ബാക്കി കാര്യമെല്ലാം പോട്ടെ. ആദ്യം വിദ്യാഭ്യാസം, പിന്നെ അച്ഛനെ അമ്മയെ ഉപദ്രവിക്കാതെ, അവരുടെ സഹായം ആവശ്യമില്ലാതെ സ്വയമായിട്ട് തൊഴിൽ ചെയ്യുക. ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലേക്കും ആഹ്ലാദങ്ങളിലേക്കും ആകാശങ്ങളിലേക്കും പറക്കുക. ജാതകത്തിൽ 12 നിൽക്കുന്ന ഗുരു ഇപ്പോൾ ചാരവശാൽ 8 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. 6-7 മാസം കൂടെ സഞ്ചാരം ഉണ്ടാകും, ആ പീഡയുണ്ടാകും. ജാതകത്തിൽ 10 നിൽക്കുന്ന ശനി സ്വക്ഷേത്രം ആണെങ്കിലും മനോഭാവമായ 5 സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കാര്യങ്ങൾ ശനിയും മാറിപ്പോകും. അപ്പോൾ കുറച്ച് ദിവസത്തിനകം ഒരു 6-7 മാസം കഴിയുമ്പോൾ മനസ്സ് ശാന്തമാവുകയും പഠനത്തിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു വരും എന്നാണ് ഞാൻ ആശിക്കുന്നത്, കരുതുന്നത്. അത് കുട്ടിയുടെ മനോഭാവം കൂടെ അതിന് പ്രധാനമാണ്. 6-7 മാസത്തിലേക്ക് വേണ്ടി ഇനി കാത്തിരിക്കണ്ട. ഈ വീഡിയോ കണ്ട് കഴിയുമ്പോൾ തന്നെ ഉടൻ തന്നെ വീട്ടിലേക്ക് മടങ്ങിക്കൊള്ളൂ. കുറച്ച് ഏറ്റവും അടുത്ത് നമ്മുടെ അടുത്ത് നിന്ന് ചുറ്റിക്കറങ്ങുന്ന കുറച്ച് ഗ്രഹങ്ങളുണ്ടാകുമല്ലോ. നമ്മൾ ഓരോ വ്യക്തിയും കേന്ദ്രബിന്ദുവാണെങ്കിൽ അതിനു ചുറ്റും ചുറ്റിക്കറങ്ങുന്ന ഗ്രഹങ്ങളാണ്. നമ്മൾ സൂര്യനെങ്കിൽ അച്ഛൻ, അമ്മ, അമ്മുമ്മ, സഹോദരങ്ങൾ ഇത്യാദി കാര്യങ്ങൾ ഗ്രഹങ്ങളാണ്. ആ ഗ്രഹങ്ങൾക്ക് വെളിച്ചം പ്രദാനം ചെയ്യേണ്ടത് സൂര്യനായ നാമാണ്. നാമില്ലെങ്കിൽ ഒന്നുമില്ല.
അങ്ങനെ നാം കേന്ദ്രബിന്ദുവായി നമുക്ക് ചുറ്റുമുള്ളവർക്ക് സന്തോഷങ്ങൾ പകർന്നാടി നൽകുമ്പോൾ മറ്റൊരു സന്തോഷം കിട്ടും. പിന്നെ മാതാപിതാ ഗുരു ദൈവത്തെയും നമുക്ക് തന്ന നമ്മളെ പാമ്പും പട്ടിയും പുല്ലും അല്ലാതെ ഈ ആണായാലും പെണ്ണായാലും ഈ മനുഷ്യരൂപം തന്ന് ഇത്രയും കാലം ഈ ഭൂമിയിൽ ഇത്രയും മണിക്കൂറുകൾ ചിലവഴിക്കാനുള്ള അവസരം, ഇനിയും തരാനിരിക്കുന്ന മണിക്കൂറുകൾക്ക് നന്ദി രേഖപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. കുട്ടി ഏത് ആരാധനാ സമ്പ്രദായത്തിൽ വിശ്വസിച്ചാലും ഈശ്വരനെ സ്മരിക്കുക. അപ്പോൾ കുട്ടി വന്ന് ഞാൻ വീട്ടിൽ തിരിച്ചെത്തി എന്ന വാർത്ത കേൾക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന സന്തോഷത്തിനും കോടിക്കണക്കിന് രൂപ കിട്ടുന്നതിനേക്കാൾ സന്തോഷം എൻ്റെ ചില നിസ്സാര വാക്കുകൾ കേട്ടിട്ട് ഒരാൾക്കൊരു മാറ്റം സംഭവിക്കുമ്പോൾ എനിക്കൊരു സ്വാർത്ഥമായ സന്തോഷം. എൻ്റെ സന്തോഷം ഞാനല്ലേ കണ്ടെത്തേണ്ടത്. എനിക്ക് സന്തോഷം, ഗ്രഹങ്ങൾക്കും എനിക്കും സന്തോഷം കിട്ടാനായി ഈ നിമിഷം വീട്ടിലേക്ക് തിരിച്ചു പോവുക. അവിടെ കഴിഞ്ഞകാല തെറ്റുകളല്ല കഴിഞ്ഞകാല പ്രവൃത്തികളെല്ലാം ക്ഷമിക്കപ്പെടും. ഒരു പുത്തൻ സൂര്യോദയം അവിടെ ഉണ്ടാകും. നന്ദി.